അത്യാവശ്യക്കാർക്ക് ന്യായമായും ആവശ്യങ്ങളുമായി വരുന്ന എല്ലാവർക്കും ഉപകരിക്കുന്ന സ്ഥാപനമായിട്ട് ദീപ പ്രഖ്യാപനത്തിലൂടെ തുടക്കം കുറിക്കപ്പെടട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ഇന്നലെ രാത്രി ഇവിടെ നല്ല കൊടും തണുപ്പത്തായിരുന്നു. അവസാനത്തെ പ്രചരണ യോഗം ഇന്ന് പാർലമെന്റ് ഉണ്ട്. ഇന്ന് പ്രസിഡന്റിന്റെ സ്പീച്ചിനുള്ള മറുപടി, അതിന്റെ ചർച്ച, നാളെ പ്രധാനമന്ത്രിയുടെ മറുപടി ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തതാണ്. കാലത്ത് ഇന്നലെ കൊണ്ട തണുപ്പിന്റെ നല്ല ജലദോഷവും കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനിടയ്ക്ക് അവിടെ ഇന്ന് വെളുപ്പിനെ ഒന്ന് വന്ന് തിരിച്ചു പോരാനും പറ്റുന്നില്ല. നല്ല സ്ട്രോങ് ഡിക്റ്റേറ്റാണ് പാർലമെന്റിലുണ്ടാകുന്നത്. നമുക്കിത് നിങ്ങളുടെ സ്ഥാപനമാണ്, തൃശ്ശൂർക്കാരുടെ സ്ഥാപനമാണ്. അവിടെ എന്റെ പ്രാധാന്യം കുറവാണ്, എന്റെ പ്രവർത്തനമാണ്. മൈത്രീം ഭജത ആത്മവദേവ പരാനയ പശ്ചത യുദ്ധം ത്യജത സ്പർദ്ധാം ത്യജത ത്യജത പരേഷ്വ ക്രമമാക്രമണം മൈത്രീം ഭജത അഖില ജേത്രീ जननी पृथ्वी कामदुःखास्ते जनको देवक सकल दयालु जनको देवक सकल दयालु दाम्यदत्ता दयत्वं जनता दाम्यत दत्ता दयत्वं जनता श्रेयो भूयात् सकल जनानां श्रेयो भूयात् सकल जनानां श्रेयो भूयात् सकल जनानां श्रेयो भूयात् सकल जनानां. തൃശ്ശൂരിൻ്റെ പ്രശസ്തമായിട്ടുള്ള പൂരം കൊണ്ട് ലോക പ്രശസ്തി നേടിയ തൃശ്ശൂർ സാംസ്കാരിക നഗരത്തിന് സുരേഷ് ഗോപി എം പിയുടെ പുതിയൊരു ഓഫീസിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഓഫീസിനും ഈ നാട്ടുകാർക്കും ശ്രീ തൃശ്ശൂരിൻ്റെ ഭഗവാനായ ശ്രീ വടക്കുന്നാഥൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇന്ന് എത്തിയാണ് നമ്മുടെ രാമപുരം പള്ളിയിലെ ഫാദറാജി തച്ചോത്ത് അവരുടെ ഫാദറെ സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ തൃശ്ശൂരിലെ സ്വന്തം എംപിയായ സുരേഷ് ഗോപിയുടെ ഒരു ഓഫീസ് തൃശ്ശൂരിലാണ്, പ്രത്യേകിച്ച് ചെറുപൂര് തന്നെ സ്ഥാപിച്ചതിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുവാനായിട്ട്, സത്യത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് ധാരാളം മക്കൾക്ക് നന്മ ചെയ്യുവാനായിട്ട് കർത്താവ് സുരേഷ് ഗോപി സാറിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മസ്ജിദിലെ ഇമാമായിട്ടുള്ള ഇബ്രാഹിം വലായി അവர்களுണ്ട്. അദ്ദേഹത്തെ ഇമാമിനെ എന്തുകൊണ്ടും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ തൃശ്ശൂരിൻ്റെ എം പി ഇന്ത്യ രാജ്യത്ത് തന്നെ വളരെ ശ്രദ്ധേയനായ, രാഷ്ട്രീയത്തിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കടന്നു വന്ന് വലിയ ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ടില്ല, ഞാൻ സിനിമയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമുള്ളതൊന്നും അല്ല. പക്ഷെ എനിക്ക് എന്താണ് ഒരു മനസ്സുകൊണ്ട് ഒരു നാടൻ ഭാഷ പറഞ്ഞു തൃപ്തിയുള്ള നല്ല സന്തോഷമുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ് നമ്മുടെ പേര് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആമുഖ സംസാരത്തിൽ നമ്മൾ കേട്ടു, ഏത് ന്യായമുള്ള കാര്യത്തിനും ആർക്കും എപ്പോഴും കയറി വരാൻ പറ്റിയ ഒരിടമാണ് എം പിയുടെ ഓഫീസ് എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്.
അപ്പം ഏതൊരു ന്യായമായ കാര്യത്തിനും ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ ഈ ഓഫീസിൽ കടന്നു വരാം എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും. എന്താണെങ്കിലും വളരെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ മതവിശ്വാസികളാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 7 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് നാളെ സ്വർഗവും നരകവും കൊണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. 7 ആളുകൾക്ക് നാളെ ദൈവിക സന്നിധാനത്തിൽ പ്രത്യേകമായ തണൽ, നിറയെ ചൂടിൽ നിന്ന് പ്രത്യേകമായ തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളുണ്ടെന്ന് പരിചയപ്പെടുത്തിയതിൽ ഒന്നാമതായി പറഞ്ഞത് നീതിമാനായ ഭരണാധികാരി എന്നാണ്. നീതി തൻ്റെ താഴെയുള്ള തൻ്റെ പ്രജകൾക്ക്, തൻ്റെ ജനങ്ങൾക്ക് നീതിപരമായി ഇത് രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ചെറുപ്പവും വലുപ്പം നോക്കാതെ അവർക്ക് കീഴിലുള്ള ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന വളരെ നീതിമാനായ ഒരു ഭരണാധികാരി എന്ന് പറയുന്നത് നാളെ സ്വർഗത്തിന് അവകാശിയാണെന്നാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നത്. എന്താണെങ്കിലും നമ്മുടെ MP, നമ്മുടെ മന്ത്രി അത്തരത്തിൽ ഒരാളായി വളരട്ടെ. നമ്മുടെ മാനസിക ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മമാവാൻ ഈ സദസ്സുര കാരണമാവട്ടെ. ആർക്കും എപ്പോഴും കയറി വരാൻ പറ്റുന്ന ഒരിടമായി നമ്മുടെ ഈ MP-യുടെ ഓഫീസിന് ദൈവൻ അംഗീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സർക്കാർ നന്ദി, നമസ്കാരം.